ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അപ്ഡേറ്റ് പിന്നാക്കിൾ അക്കാഡമിയിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം, ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ +1 വീഡിയോ ചെയ്യാനായി നിങ്ങളുടെ മുന്നിലോട്ട് എത്തുന്നത്. ഇപ്പോൾ പുതിയ നമ്മുടെ +1 ബാച്ചിലെ കുട്ടികൾക്ക് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരുന്നത് ആദ്യമായിട്ടാണ്. കുറേ നാളുകൾക്ക് ശേഷം, ഏകദേശം ഒരു വർഷം മുമ്പുള്ള വീഡിയോസാണ് നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നത്. പുതിയ മാറ്റവും പുതിയ ജേഴ്സിയും പുതിയ പേരൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിലോട്ട്. ആദ്യമായി നിങ്ങളോട് കാര്യം പറയട്ടെ, ഈ വീഡിയോ +1 കുട്ടികൾ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു മണിയില്ലേ, ആ മണി അല്ലെങ്കിൽ ബെൽ ഐക്കൺ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് ഫസ്റ്റ് ഓപ്ഷനിലേക്ക് കിളുങ്ങുന്ന പോലത്തെ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഒരു കാര്യം, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ ചെയ്തേക്കുക. ഇതൊന്നും വലിയ നഷ്ടമുള്ള കാര്യമൊന്നുമല്ല, ചുമ്മാ 2 കുത്തിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്യുക. ഷെയറിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. നമ്മുടെ ചാനലിനെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ചാനലിലോട്ട് വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്യണം, മറ്റുള്ള കൂട്ടുകാരിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ആദ്യമായി നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ. ഓൾറെഡി നമ്മൾ +1 ഏകദേശം കുറേ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് +1 ഏതെങ്കിലും ഒരു പോർഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്കിപ്പം അറിയണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ തേർഡ് ചാപ്റ്റർ നമുക്കറിയാം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഈ മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈനിലെ ഇക്വേഷൻ ഓഫ് മോഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ നേരെ പോവുക. മുകളിൽ കാണുന്ന സെർച്ച് ബാറിലെ ആ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ, അതിനുശേഷം ഒരു സ്പേസ് ഇട്ടിട്ട് പിന്നാക്കിൾ അക്കാഡമി മലയാളം ട്യൂട്ടോറിയൽ, ഇനി പിന്നാക്കിൾ അക്കാഡമി എന്ന് എന്ത് ചെയ്യുക, അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങളോട് എത്തുന്നതായിരിക്കും. നമ്മുടെ ചാനൽ +1 ഏകദേശം ഫിസിക്സിൽ ഏകദേശം മുഴുവൻ ചാപ്റ്ററും ഒരു 80% കൂടുതലും ചാപ്റ്റർ കവർ ചെയ്തിട്ടുണ്ട്. കവർ ചെയ്ത ചാപ്റ്ററിൻ്റെ പേര് ഞാൻ പറയാം. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് എൻ്റെ ലിങ്ക് വിട്ടേക്കാം, പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് വിട്ടേക്കാം. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ, ഒന്നാം ചാപ്റ്റർ ഫിസിക്കൽ വേൾഡാണ്, നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാറില്ല. അവിടുന്ന് ചോദിക്കുന്നത് 4 നമുക്കറിയാം ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഈ 4 ഫോഴ്സാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. അത് കഴിഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ്, ദെൻ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ലാസ്റ്റ് വരുന്നതാണ് ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ടാകുന്ന മാസുകൾ തമ്മിലാണ്. ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടാകുന്ന ന്യൂക്ലിയോൺസുകൾ തമ്മിലാണ് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടാകുന്നത്. ന്യൂക്ലിയർ റിയാക്ഷൻ മറ്റുമൊക്കെയാണ് അത് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാകുന്നത് ചാർജുകൾ തമ്മിലാണ്. അപ്പം ആ ഒരു ചാപ്റ്റർ നമ്മൾ ഇട്ടിട്ടില്ല, കാരണം അതിൽ നിന്ന് വളരെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനെ ചോദിക്കത്തുള്ളൂ. അതിനുശേഷം വരുന്ന ചാപ്റ്ററാണ് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്. നമ്മുടെ ചാനലുണ്ട്. മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. മോഷൻ അലോങ് എ പ്ലെയിൻ നമ്മൾ അനിമേഷനായിട്ടാണ് ചെയ്തിട്ടിരിക്കുന്നത്. നമ്മുടെ ടൈം ഓഫ് ഫ്ലൈറ്റും ഹൊറിസോണൽ റേഞ്ചും അതുപോലെ തന്നെ മാക്സിമം ഹൈറ്റൊക്കെ വളരെ സിമ്പിളായിട്ടാണ് നമ്മളത് ഇട്ടിരിക്കുന്നത്. അനിമേഷനായിട്ടാണ് നമ്മുടെ ആ പ്രൊജക്ടൽ മോഷനത്തെ ബോഡി ഇങ്ങനെ പോകുന്നതും വരുന്നതും ചാടുന്നതൊക്കെ വളരെ മനോഹരമായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ ഫിസിക്സ് വളരെ സിമ്പിളാണ്, നിങ്ങൾ ഈ വീഡിയോസ് മാത്രം കണ്ടാൽ മതി. പിന്നെ അടുത്ത ചാപ്റ്ററായ ലോസ് ഓഫ് മോഷൻ നമ്മൾ അതിൻ്റെ ഒരു റിവിഷൻ പാക്ക് ഇട്ടിട്ടുണ്ട്. ആ റിവിഷൻ പാക്കിനകത്ത് ഏകദേശം എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ സ്കൂളിലെ മിക്ക ടോപ്പിക്കും നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ ആണെങ്കിൽ സെക്കൻഡ് ഇയർ ആണെങ്കിൽ ശരി. ഇനി നമ്മൾ അടുത്തോട്ട് വരുവാണെങ്കിൽ ഇപ്പോൾ ലോസ് ഓഫ് മോഷൻ ആണ് ഞാൻ പിന്നെ എടുക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ചാപ്റ്ററായ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ, വർക്ക് എനർജി ആൻഡ് പവർ. വർക്ക് എനർജി പവർ നമ്മൾ ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ഏറ്റവും പാടായ ചാപ്റ്ററാണ്. വളരെ സിമ്പിളാക്കി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും പ്ലേലിസ്റ്റും ലിങ്കും ഒക്കെ നമ്മൾ ഇവിടെ താഴെ ഇടുന്നതായിരിക്കും. അത് വളരെ മനോഹരമായിട്ടാണ്, അതിനകത്ത് പാരലാക്സിറും പെർപെൻഡിക്കുലറും വളരെ സിമ്പിളായിട്ടാണ് നിങ്ങളിലോട്ട് ഞാനത് എത്തിച്ചു തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാവിറ്റേഷൻ അത് നമ്മൾ ഇട്ടിട്ടില്ല. നമുക്ക് ഉടനെ എന്ത് ചെയ്യാം, ഇത് മാക്സിമം ഇത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതിനുശേഷം വരുന്നതാണ് അടുത്ത പുസ്തകമായ സോളിഡ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് നമ്മൾ ഇട്ടിട്ടില്ല, കാരണം അതിൻ്റെ റിവിഷൻ പാക്ക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ചാപ്റ്ററാണ്. അതിനകത്ത് ഞാൻ റിവിഷൻ പാക്കിനകത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് അത് വിടാം, ഒരു കുഴപ്പമില്ല. പിന്നെ അതിനുശേഷം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് ഏകദേശം ഒരു 9-10 ലെക്ചറോളം ഞാൻ അതിന് ഇട്ടിട്ടുണ്ട്. വളരെ സിമ്പിളാക്കി
ഒരു ഡെറിവേഷൻ വളരെ സിമ്പിളാക്കിയാണ് ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോ ഒന്നും കൂടെ എടുക്കാനും തയ്യാറാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് നിങ്ങൾ മാക്സിമം വീഡിയോ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. ഞാൻ അതാണ്, ഷെയറിംഗ് ആണ് നമുക്ക് വേണ്ടത്. ഷെയറിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഫിസിക്സ് നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് 1.5 ലൈവ് അങ്ങോട്ട് വരും. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എക്സാമിന് മുമ്പും അതുപോലെ തന്നെ അവരുടെ ഇമ്പ്രൂവ്മെന്റ് എക്സാമിന് മുമ്പൊക്കെ ലൈവ് വന്നിട്ടുണ്ട്. ആ ലൈവ് വന്നിരിക്കുന്നതിന്റെ ചാറ്റിന്റെ താഴെ പോയി വായിച്ചു നോക്കിയാൽ മതി എന്തുമാത്രം വീഡിയോ ഒക്കെ ഉപകാരപ്പെടുന്ന നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ ലൈവും കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, മാക്സിമം എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന ചാപ്റ്ററായ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, അതിൻ്റെ 2 ലെക്ചർ ഇട്ടുള്ളൂ, നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കുഴപ്പമില്ല. അതുപോലെ തന്നെ തെർമോഡൈനാമിക്സ് ഫുൾ ഇട്ടിട്ടുണ്ട്, ഓസിലേഷൻ ഫുൾ ഇട്ടിട്ടുണ്ട്. ഓസിലേഷൻ മുമ്പ് ഒരു ചാപ്റ്റർ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. ഓസിലേഷൻ, വേവ്സ്, ഇതൊക്കെ ഫുൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ എന്ത് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ നേരെ എന്ത് ചെയ്യുക? യൂട്യൂബിൻ്റെ സെർച്ച് ബാറിൽ പോവുക, നിങ്ങൾക്ക് വേണ്ട ടോപ്പിക് അടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ചാപ്റ്റർ അടിക്കുക, സ്പേസ് ഇടുക, പിനാക്കിൾ അക്കാഡമി മലയാളം ട്യൂട്ടോറിയൽ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് നമ്മൾ ചെയ്തിട്ടുള്ള ടോപ്പിക്കൊക്കെ ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ വരുന്നതായിരിക്കും. ഇഷ്ടംപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫിസിക്സ് വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളാക്കി മനസ്സിലാകുന്ന രീതിയിൽ ഒരു വസ്തു പോലും ഞാൻ അവിടെ കാണാപ്പാഠം പഠിപ്പിച്ചിട്ടില്ല. ഒരൊറ്റ ഇക്വേഷൻ പോലും അവിടെ ഞാൻ കൺസെപ്റ്റ് ഇല്ലാതെ പറഞ്ഞിട്ടില്ല. കൺസെപ്റ്റിൽ നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കണോ? എൻ്റെ കൂടെ വരൂ. എൻ്റെ പേരാണ് ജസീൽ. ഓക്കെ അല്ലേ? അപ്പോൾ ജസീൽ സാറിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുക. നിങ്ങൾ ഫിസിക്സിനെ പ്രണയിക്കും. കല്യാണം കഴിക്കത്തില്ല കേട്ടോ. നിങ്ങൾക്ക് നല്ല മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കരസ്ഥമാക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് കിടക്കാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് ലോസ് ഓഫ് മോഷൻ. എന്താണ് ലോസ് ഓഫ് മോഷൻ? പേരിൽ തന്നെയുണ്ട് മോഷനും ലോയും. എന്താ മോഷൻ? ഒരു വസ്തു ഒരിടത്ത് നിന്നും അടുത്തിടത്തോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോഷൻ എന്ന് വിളിക്കുന്നത്. എന്താ ലോസ് ഓഫ് മോഷൻ? മൂവ് ചെയ്യുന്ന വസ്തുക്കൾ ചില നിയമങ്ങൾ ഒബേ ചെയ്യുന്നുണ്ട്. ലോസ്. ചില നിയമങ്ങൾ ഒബേ ചെയ്തുകൊണ്ടാണ് വസ്തുക്കൾ മൂവ് ചെയ്യുന്നത്. മൂവ് ചെയ്യുന്ന വസ്തുക്കൾ, അനങ്ങുന്ന വസ്തുക്കൾ, ചലിക്കുന്ന വസ്തുക്കളെല്ലാം ചില നിയമങ്ങൾ ഒബേ ചെയ്യുന്നുണ്ട്. ആ നിയമത്തെക്കുറിച്ചാണ് നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യുന്നത്? ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണ് നടക്കുന്നത്? ഒരു വണ്ടിക്ക് ബ്രേക്ക് പിടിച്ചാൽ എന്ത് സംഭവിക്കും? ഒരു വണ്ടിയിൽ ആക്സിലേറ്റർ കൊടുത്താൽ എന്ത് സംഭവിക്കും? ഒരു തേങ്ങ താഴോട്ട് വീണാൽ എന്ത് സംഭവിക്കും? ഒരു ചക്ക താഴോട്ട് വീണാൽ എന്ത് സംഭവിക്കും? ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡി, ആ ബോഡിയുടെ പ്രത്യേകത, അത് കുറേ ലോസും കാര്യങ്ങളൊക്കെ ഒബേ ചെയ്തുകൊണ്ടാണ് മുന്നോട്ടേക്ക് യാത്ര ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത് എങ്കിൽ നമുക്ക് കടക്കാം ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷനെ കുറിച്ച് ആദ്യമായി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്ന ഒരു മഹാനായ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്. എല്ലാവരുടെയും മനസ്സിലോട്ട് ഓടി വരുന്ന സയൻറ്റിസ്റ്റ്. ഫിസിക്സ് അല്ലെങ്കിൽ സയൻസ് ഇഷ്ടപ്പെടാത്ത കുട്ടികൾ പറയുന്നത് ഇങ്ങനെ ജീവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമുക്കൊന്നും പഠിക്കേണ്ടി വരത്തില്ല. ഒരിക്കലും അല്ല. അയാളില്ലെങ്കിൽ അയാളുടെ അപ്പൻ അല്ലെങ്കിൽ അയാളുടെ ചെറുമോൻ ഒക്കെ സാധനം എന്ത് ചെയ്യും? കണ്ടുപിടിച്ചിരിക്കും. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചിരിക്കും. അത് കാലമാണ്. ഒരാൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ അടുത്ത ആൾ കണ്ടുപിടിച്ചിരിക്കും. അപ്പോഴേ നമുക്ക് മനസ്സിലോട്ട് ഓടി വരുന്ന ഒരു പേരുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിളിലൂടെ പിന്നെയും പറയാം. ആപ്പിൾ. മാങ്ങയും തേങ്ങയൊന്നുമല്ല, ആപ്പിൾ. ആപ്പിൾ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ആപ്പിളിൻ്റെ ഫോണല്ല, പിന്നെന്താണ്? ആപ്പിള് തലേ വീണെന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന സർ ഐസക് ന്യൂട്ടൻ. സർ ഐസക് ന്യൂട്ടനെ കുറിച്ചാണ് ഞാനിവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. ഒരിക്കലുമല്ല, സർ ഐസക് ന്യൂട്ടൻ ലോയിനെ കുറിച്ചാണ് ഞാനിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്? പറഞ്ഞുതരാൻ പോകുന്നത്. സർ ഐസക് ന്യൂട്ടൻ മഹാനായ ഒരു വ്യക്തി. വലിയ സംഭവമായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത്. ഭയങ്കര കണ്ടുപിടുത്തങ്ങളാണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ചില ആൾക്കാർ പറയുന്നത് അദ്ദേഹം സ്കൂളിൽ ഇങ്ങനെ ഉച്ചയൊക്കെ ആയ നേരത്ത്, സ്കൂൾ പഠിക്കാനൊക്കെ മടിയുള്ള ആളായിരുന്നു. അദ്ദേഹം സ്കൂളൊക്കെ കട്ട് ചെയ്ത് എവിടെയോ ഏതോ തോട്ടത്തിലോ ഒക്കെ പോയിരുന്നപ്പോൾ അവിടെ നിന്ന് തേങ്ങ അല്ലെങ്കിൽ മാങ്ങ അല്ലെങ്കിൽ എന്താ പറയുക ആപ്പിൾ വീണപ്പോഴാണ് അദ്ദേഹത്തിന് ബോധ്യത ഉണ്ടായി കുറേ ലോ ഒക്കെ കണ്ടുപിടിച്ചത്. അങ്ങനെ ഒരിക്കലും അല്ല. അദ്ദേഹം പഠിച്ചത് വലിയ യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് നോക്കിയാൽ മനസ്സിലായി കാണും. അദ്ദേഹത്തിന്റെ ആദ്യത്തെ എക്സ്പെരിമെന്റും കാര്യങ്ങളൊന്നും ഇതേ അല്ല. അദ്ദേഹം പ്രകാശത്തിനെ കുറിച്ചാണ് ആദ്യം എന്ത് നടത്തിയത്? സ്റ്റഡി നടത്തിയത്. ചെറിയ ക്ലാസ്സിലേക്ക് നമ്മൾ പഠിച്ചതാണ് ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരം. അല്ല, 7 നിറവുള്ള ആ പമ്പരം നമ്മൾ കറക്കിയപ്പോൾ നമുക്ക് എന്ത് നിറം കിട്ടി? വൈറ്റ് കളർ കിട്ടി. ധവളപ്രകാശം. തവളയല്ല, ധവളപ്രകാശം. വെള്ള നിറം.
എല്ലാ നിറങ്ങളും ചേരുന്ന നിറമാണ് എന്ത്? വൈറ്റ് കളർ എന്ന് പറയുന്നത് അല്ലെ. അദ്ദേഹം അതിനെക്കുറിച്ചാണ് എക്സ്പെരിമെന്റ് നടത്തിയത്. അതിനുശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് കണ്ടുപിടിച്ചത്? അദ്ദേഹത്തിന്റെ ഫേമസ് ലോ ആണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. പക്ഷേ നമ്മുടെ ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ച ആ ലോയ്ക്ക് ബദൽ, അതായത് ആ ലോ അങ്ങനെയല്ല വേറെ രീതിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നായിരുന്നു. ആരാന്നറിയോ അത്? ഐൻസ്റ്റീൻ, ആൽബർട്ട് ഐൻസ്റ്റീൻ. അവർ തമ്മിലൊരു മത്സരം തന്നെയായിരുന്നു. അത് നമ്മുടെ ഐസക് ന്യൂട്ടൺ പറഞ്ഞ പല കാര്യങ്ങളും പിൽക്കാലത്ത് തെറ്റാണെന്ന് വാദിച്ചുകൊണ്ട് നടന്ന ആരാണ്? നമ്മുടെ ഐൻസ്റ്റീനാണ്. അദ്ദേഹത്തിൻ്റെതായ ചില വാദഗതികളുണ്ടായിരുന്നു. അന്ന് നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കിലോട്ട് വന്ന് ഇത്രയും നേരം ഞാൻ കത്തി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി മാത്രമാണ്. നേരെ നമ്മൾ ചാപ്റ്ററിൽ കിടക്കാൻ പോകുന്നു. ലോസ് ഓഫ് മോഷൻ. ചലിക്കുന്ന വസ്തുക്കൾ കുറേ നിയമങ്ങൾ ഒബേ ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് ഓർമ്മ വരുന്ന ആദ്യത്തെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞ സർ ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടന്റെ 3 ലോ. എത്ര ലോ ആണ്? 3 ലോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. 3 ലോ അതുപോലെ ചോദിക്കത്തില്ല. അതിന്റെ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. അതിന്റെ ഒന്നാമത്തെ ലോ, ന്യൂട്ടന്റെ ഒന്നാമത്തെ ലോ എന്താണ് പറയുന്നത്? ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാണ്, ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ്. ഈ വസ്തു ചലിക്കണമെന്നുണ്ടെങ്കിൽ എന്തോ ഒന്നിനെ കൊടുക്കണം. ആ കൊടുക്കുന്ന സാധനത്തിന് വിളിക്കുന്ന പേരാണ് ഫോഴ്സ്. ഇനി ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുക. ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ നിർത്തണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു സാധനം കൊടുക്കണം. അതിന് വിളിക്കുന്ന പേരാണ് ഫോഴ്സ്, ബലം എന്ന് മലയാളത്തിൽ പറയും. ഇനി ഒരു വസ്തു മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സ്പീഡിനെ കൂട്ടണം, വെലോസിറ്റി കൂട്ടണം. എന്തോ ഒരു സാധനം കൊടുക്കണം. അതിനെ വിളിക്കുന്ന പേരാണ് ഫോഴ്സ്. ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ സ്പീഡ് കുറയ്ക്കണം. എന്തോ ഒരു സാധനം കൊടുക്കണം. അതിനെ വിളിക്കുന്ന പേരാണ് ഫോഴ്സ്. ഒരു വസ്തു സ്ട്രെയിറ്റ് ലൈനിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അതിന് ഡയറക്ഷൻ മാറ്റണം. എന്തോ ഒരു സാധനം കൊടുക്കണം. അതിന്റെ പേരാണ് ഫോഴ്സ് അല്ലെങ്കിൽ ബലം. അപ്പൊ എന്താണ് ബലം? ഇപ്പൊ തന്നെ മനസ്സിലായി കാണും അല്ലേ? ഒരു വസ്തുവിനെ ചലിപ്പിക്കാൻ, അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ നിർത്താൻ, അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ചലനത്തിന്റെ വേഗത കൂട്ടാൻ, അല്ലെങ്കിൽ ചലനത്തിന്റെ വേഗത കുറയ്ക്കാൻ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഫോഴ്സ് 2 തരമുണ്ട്. എക്സ്റ്റേണൽ ഫോഴ്സും ഇന്റേണൽ ഫോഴ്സും. ഇപ്പൊ നമ്മുടെ ഹാർട്ട് കിടന്ന് പട്ടപ്പടാന്ന് പറഞ്ഞ് ഇടിക്കുന്നുണ്ട്. ഈ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ മുന്നോട്ട് നടക്കുന്നുണ്ട്? ഒരിക്കലും ഇല്ല. നമ്മൾ മുന്നോട്ട് നടക്കുന്നുണ്ടെങ്കിൽ കാല് ഭൂമിയിൽ എന്ത് ചെയ്യണം? നമ്മൾ പ്രസ് ചെയ്തിട്ട് ഭൂമി നമുക്ക് തിരിച്ച് റിയാക്ഷൻ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് നടക്കുന്നത്. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ, നമ്മളൊരു ബസ്സിന്റെ അകത്തിരുന്ന് ബസ്സിനെ തെള്ളുക. ബസ് ബ്രേക്ക് ഡൗൺ ആയി, ബസ് മുന്നോട്ടേക്ക് അല്പം ഒന്ന് നമ്മൾ തെള്ളിക്കൊടുത്തെങ്കിലേ വണ്ടി മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബസ്സിന്റെ അകത്തിരുന്ന് തെള്ളുവാണ്. ബസ് മുന്നോട്ട് പോകും? ഒരിക്കലും പോകത്തില്ല. ബസ് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബസ്സിനെ തള്ളണം. അപ്പൊ ബസ്സിന്റെ പുറത്തിറങ്ങി നമ്മൾ തള്ളുമ്പോൾ ബസ് മുന്നോട്ട് പോകുന്നു. ബസ്സിന്റെ അകത്തിരുന്ന് ബസ്സിനെ തള്ളുമ്പോൾ ബസ് എന്ത് ചെയ്യുന്നില്ല? മുന്നോട്ട് പോകുന്നില്ല. എങ്കിൽ ഞാൻ അകത്തിരുന്നപ്പോൾ കൊടുത്ത ഫോഴ്സിന് വിളിക്കുന്ന പേരാണ് ഇന്റേണൽ ഫോഴ്സ്. ഞാൻ ബസ്സിന്റെ പുറത്തിറങ്ങി കൊടുത്ത ഫോഴ്സിന്റെ പേരാണ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഒരു വസ്തുവിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ, ഒരു വസ്തുവിന്റെ അവസ്ഥ അല്ലെങ്കിൽ സ്റ്റേറ്റ്, ഇംഗ്ലീഷിൽ പറഞ്ഞ സ്റ്റേറ്റ്, ഒരു വസ്തുവിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ എന്താണോ ഞാൻ കൊടുക്കുന്നത് ആ കൊടുക്കുന്ന സംഗതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫോഴ്സ് എന്ന് പറയുന്നത്. എങ്കിൽ നമുക്ക് നോക്കാം ന്യൂട്ടന്റെ ഒന്നാമത്തെ നിയമം ഈ പറഞ്ഞ സാധനം തന്നെയാണ്. എന്താണ് ഒന്നാമത്തെ നിയമം? വളരെ സിമ്പിളാക്കി ഞാൻ നിങ്ങളിലോട്ട് എത്തിച്ചു തരുന്നു. ന്യൂട്ടന്റെ ഒന്നാമത്തെ നിയമം പറയുന്നത് ഒരു വസ്തുവിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ എന്താണ്? സ്റ്റേറ്റ്. ഒരു വസ്തുവിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ എന്താണ്? സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റിന് ചേഞ്ച് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ഒരു വസ്തുവിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം അല്ലേ? അനങ്ങാതിരിക്കുന്ന വസ്തു അതിൻ്റെ അവസ്ഥ എന്താ? റെസ്റ്റ് ആണല്ലേ? അനങ്ങാതിരിക്കുമല്ലേ? അതിനെ മൂവ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ, അതിനെ ചലിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം? ഫോഴ്സ് കൊടുക്കണം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു അനങ്ങാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം? ഒരു ഫോഴ്സ് കൊടുക്കണം. ഈ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും തേർഡ് ലോയിനെ കുറിച്ച് വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് ഇനിയും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഈ വീഡിയോയ്ക്ക് എന്തുമാത്രം സപ്പോർട്ട് കിട്ടുന്നോ അതിനനുസരിച്ച് നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ ഒരു കാര്യങ്ങളും പഠിപ്പിച്ചിട്ടില്ല. ജസ്റ്റ് ഫിസിക്സിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫിസിക്സിനെ നിങ്ങൾക്ക് വളരെ സിമ്പിളാക്കി നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചേരാം. നിങ്ങളുടെ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. മാക്സിമം നമ്മുടെ ചാനലിനെ നിങ്ങളുടെ +1 പഠിക്കുന്ന കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? ചാനലിൻ്റെ ലിങ്ക് സ്കൂൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക.
ഫിസിക്സിൻ്റെ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എക്സാമിൻ്റെ തലേ ദിവസം വരെ. എക്സാമിൻ്റെ അന്ന് ഞാൻ കാണത്തില്ല, കാരണം എനിക്ക് എഴുതാൻ പറ്റില്ല, നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒറ്റ പരിപാടി ചെയ്യുക, മാക്സിമം ഈ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടെങ്കിൽ ഇനിയും ചാനൽ ഇങ്ങനെ ഉണർന്നുകൊണ്ടിരിക്കും. ഇത്രയും ദിവസം ചാനൽ ഇങ്ങനെ ഡെഡ് ചത്തൊരവസ്ഥയിലായിരുന്നു. നിങ്ങൾ ഈ ചാനലിനെ പൊക്കിക്കൊണ്ട് വരണം, നിങ്ങളാണ് ഈ ചാനലിനെ പൊക്കിക്കൊണ്ട് വരേണ്ടത്. അതിന് നിങ്ങൾ ഒറ്റ പരിപാടി ചെയ്താൽ മതി. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ലോസ് ഓഫ് മോഷൻ്റെ ഫസ്റ്റ് ലെക്ചറുമായിട്ട് നമുക്ക് കാണാം. ഇത് ഫസ്റ്റ് ലെക്ചർ അല്ല, ഇതൊരു ഇൻട്രഡക്ഷൻ മാത്രമാണ്. ഫസ്റ്റ് ലെക്ചറുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എങ്ങനെയാ, ഷെയർ ചെയ്യത്തില്ലേ, ലൈക്ക് ചെയ്യത്തില്ലേ? ചെയ്യുമെന്ന വിശ്വാസത്തോടെ ഞാൻ വിട പറയുന്നു. ബൈ ജസീൽ.